ഹേയ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോഴി ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെയിം രീതിയിൽ തന്നെയുള്ള വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കറിയായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഫ്രൈ ആക്കിയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മുട്ട റോസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 2 ഉള്ളി, 2 പച്ചമുളക്, അതുപോലെ ചെറിയ പീസ് ഇഞ്ചി, 2-3 പീസ് വെളുത്തുള്ളി കൂടെ ഇട്ട് ഒന്ന് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു മുട്ട കൂടി പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചോപ്പറിൽ ചോപ്പ് ചെയ്തതുകൊണ്ട് തന്നെ നല്ലോണം കട്ടി കുറഞ്ഞിട്ട് ഈ ഒരു ഉള്ളിയൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ചോപ്പറിലെല്ലാം നല്ലോണം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പണിയൊക്കെ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചോപ്പറൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതും വെളിച്ചെണ്ണ അത് എനിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്തിട്ടിട്ട് ഉള്ളിൻ്റെ മിക്സ് ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. അതിലേക്ക് വാടാൻ ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പോൾ ഉള്ളി വാടുന്ന ടൈം കൊണ്ട് നമുക്ക് ചിക്കനിലേക്കുള്ള മാരിനേഷൻ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഗരം മസാല കൂടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ കളറിന് വേണ്ടി കുറച്ച് റെഡ് കളർ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ ഒരു കളർ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ കളറ് ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട്. അതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾ, അതുപോലെ ഗരം മസാല, കുറച്ച് ഇറച്ചി മസാല കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പില, അതുപോലെ മല്ലിയില കൂടെ ഇട്ട് പുഴുങ്ങി വെച്ച മുട്ട കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാനുള്ള മസാലയാണിത്. അപ്പോൾ ചോപ്പറിൽ ചോപ്പ് ചെയ്തുകൊണ്ട് തന്നെ നല്ലോണം ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കളർ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കളർ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചൊരു ഭംഗിയുണ്ടാകും, മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടേസ്റ്റിലൊന്നും വലിയ മാറ്റമൊന്നും വരുന്നില്ല. അടുത്ത ഒരു ചിക്കന് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ലോണം കഴുകിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിലേക്കുള്ള വെള്ളമൊക്കെ നല്ലോണം മാറ്റിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ഇതുവരെ വരയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് വരയിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ആ ഒരു ചിക്കനിൽ ഈ ഒരു മസാല നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ കുറച്ച് ടൈം വെക്കുന്നത് നല്ലതായിരിക്കും, ഒരു അരമണിക്കൂർ വെക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഞാൻ ഒരു ടൈമിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സമയം വെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അരമണിക്കൂറായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതിനുശേഷം നല്ലോണം ഉള്ളിലൊക്കെ ഇതുപോലെ നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തന്നെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കളർ ചേർക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ കളർ കൂടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മസാലയാണിത്. അപ്പോൾ അതിലേക്ക് മസാല ഒന്ന് തണുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ സാധാരണ ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ച് നമുക്കിത് കവർ ചെയ്യാം, അല്ലെങ്കിൽ സൂചി നൂലെടുത്ത് ഇതുപോലെ തന്നെ തുന്നിയിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒരു നൂല് വെച്ച് ജസ്റ്റ് ഒന്ന് ഒരു കെട്ടിയ പോലെ ചെയ്യുന്നതാണിപ്പോൾ. അപ്പോൾ മസാല പുറത്തേക്ക് പോവാത്ത ആ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ഐഡിയ ഉണ്ട് ആ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നൂല് കൊണ്ട് നല്ലോണം ഇതുപോലെ ഒന്ന് ഒരു കെട്ടിയതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂചിയും നൂലും കൊണ്ട് വെച്ച് ഒരു തുന്നുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല അധികം പുറത്തേക്ക് പോകില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തപ്പോൾ മസാല ഒന്നും പുറത്തേക്ക് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ നൂല് വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുകയാണ് മാത്രം ചെയ്തത്. അടുത്തത് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ചിക്കന് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് ഈ ഒരു സൈഡ് ആയതിനു ശേഷം 2 മിനിറ്റ് മറ്റേ സൈഡും കൂടെ ചെയ്യാം. അപ്പോൾ ഇത് വേവിച്ചിട്ടാണ് അടുത്തത് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് തിളച്ച 1-2 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലോണം വേവിച്ചെടുക്കുന്നുണ്ട്. കുക്കറിൽ വേവിച്ചെടുക്കുകയും ചെയ്യാം, പക്ഷേ കൂടുതലായിട്ട് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴേക്കും വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. അടുത്തത് ഞാനൊരു വലിയൊരു ചട്ടിയിലാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ കളറും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി, കുറച്ച് കളർ എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ചെറിയൊരു പേസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നേരത്തെ റെഡിയാക്കി വെച്ച് ആ ഒരു ചിക്കനിലേക്ക് ഒന്നുകൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഈ ഒരു ചിക്കനിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു പേസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കളറ് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, കൂടുതലായിട്ട് എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ കാശ്മീരി മുളക് പൊടി മിക്കവാറും ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എരിവ് കുറവായിരിക്കും, അതുപോലെ തന്നെ നല്ല കളറും ഉണ്ടാവും. മസാലയൊക്കെ നല്ലോണം പുരട്ടിയതിന് ശേഷം പിന്നെ കൂടുതൽ ടൈം വെച്ചിട്ടൊന്നുമില്ല, എണ്ണ ചൂടായ ആ ഒരു ടൈമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ചൂടായ ആ ഒരു ടൈമിൽ ഇട്ടപ്പോഴേക്കും ഇപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊരു എണ്ണയൊക്കെ നല്ലോണം തിളക്കുന്നുണ്ട്. അപ്പം ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെക്കുക. അതിന് ശേഷം മാത്രം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ ഇട്ടതിന് ശേഷം കുറച്ചൊന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ വലിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഫ്രൈ ആവുന്നത്. അപ്പോൾ ഉള്ളിൽ ഫ്രൈ ആവാതിരിക്കും, അവിടെ കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ചൊന്ന് ചെയ്യുക ഫസ്റ്റ് ചെയ്യുമ്പോൾ. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ആയതിന് ശേഷം അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക.
അപ്പോൾ പണ്ട് ചെറിയത്ത് ഞങ്ങൾ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ ഉമ്മാമയൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കി തരാറുണ്ട് ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി. അപ്പോൾ ഞാൻ മുന്നേ ചെയ്ത വീഡിയോ ഉണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ഗ്രേവി പോലെയാണ് ചെയ്യുന്നത്. കോഴി മുഷ്മെന്ന് പറയും ആ ഒരു റെസിപ്പിക്ക്. അപ്പോൾ കാണാത്തവരൊക്കെ ആ ഒരു റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചും സൈഡിലൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ ഫ്രൈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് എന്തായാലും കമൻസിൽ എന്തായാലും അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.